ദൈവത്തിനു മഹത്വം. യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന പഠനമെന്ന 113 ക്ലാസ്സിലേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഏറ്റവും പ്രധാനമായി 9 കൃപാവരമുണ്ടെന്നാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ രണ്ടാമത്തെ ഭാഗത്തേക്ക് വരികയാണ് കൃപാവരം. പരിജ്ഞാനത്തിന്റെ വചനം. ഇത് ഒരു പ്രധാനമായ ഒരു വരമാണ്. ഈ വരം ആളുകൾ ഗമനിക്കുന്നുണ്ടോ, ഇത് പ്രായോഗിക ജീവിതത്തിൽ ആക്കുന്നുണ്ടോ എന്ന് നമ്മളെ ഒന്ന് ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ ആരാധനകളിലായിരുന്നാലും സഭായോഗങ്ങളിലായിരുന്നാലും ഏറ്റവും പ്രധാനമായ ഒരു ഘടകമാണ് പരിജ്ഞാനം എന്ന് പറയുന്നത്. ഈ പരിജ്ഞാനമില്ലാത്തത് കൊണ്ട്, ആ വരമില്ലാത്തത് കൊണ്ട് പലപ്പോഴും അതിൻ്റെ പ്രയാസങ്ങളെ, പ്രശ്നങ്ങൾ നേരിടേണ്ട സാഹചര്യങ്ങൾ പലതും കണ്ടിട്ടുണ്ട്. എന്താണ് പരിജ്ഞാനത്തിന്റെ വചനം? അനുഭവ പരിചയത്താൽ, പ്രായോഗിക പരിശീലനത്താലും തഴക്കത്താലും വളർച്ച പ്രാപിച്ച ഒരു ജ്ഞാനമാണ് പരിജ്ഞാനത്തിന്റെ വരം. ഇത് പെട്ടെന്ന് കിട്ടുന്നതല്ല. ഇതിനു വേണ്ടി നമ്മൾ വളരെ വില കൊടുക്കണം എന്ന് നമ്മളെ ഓർത്തുകൊള്ളുക. ലോകജ്ഞാനം കൊണ്ട് ഒരു വ്യക്തിയെ ദൈവഭാഗത്തൊന്നും കൊണ്ടുവരാൻ പറ്റുകയില്ല. എന്നാൽ ഒരു വ്യക്തിയെ നമുക്ക് ഇണക്കാനും പറ്റും, എന്നേക്കുമായിട്ട് പിണക്കി വിടാനും പറ്റും. പലരും ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഇന്ത്യയില് ഒരുപാട് ടൈപ്പ് ആരാധന ഉണ്ട്. പല ദൈവങ്ങളുടെ പേര് പറഞ്ഞ് ആരാധന അവരാരാധിക്കുന്നുണ്ട്. എന്നാൽ അവരവരാരാധിക്കുന്ന ആരാധന അപമാനിക്കാതെ, അല്ലെ അവരുടെ ദൈവത്തെ അപമാനിക്കാതെ, നമ്മൾ പരിജ്ഞാനത്തോടുകൂടി ക്രിസ്തുവിന്റെ വചനം നാം പറഞ്ഞു കൊടുത്താൽ അവർക്ക് അംഗീകാരം പ്രാപിക്കാൻ സാധിക്കും. പലയിടങ്ങളിൽ പരിജ്ഞാനമില്ലാത്ത പ്രസംഗങ്ങളെ, വാക്കുകളെ, മതത്തെ വ്രണപ്പെടുത്തുന്നതായ വാക്കുകളെ ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് പ്രതികാര ചിന്ത അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പൗലോസ് അപ്പോസ്തലന്റെ പ്രസംഗങ്ങൾ നമ്മളൊന്ന് പഠിക്കേണ്ടതാണ്. താൻ എവിടെ ചെന്നാലും ആ ദേശത്തെ പറ്റി ഒന്ന് പഠിക്കും. അവിടെയുള്ള കൾച്ചർ, അവിടെയുള്ള ജനങ്ങളുടെ ചിന്താഗതിയെ പറ്റി ഒന്ന് പഠിച്ചിട്ട് താൻ പ്രസംഗിക്കാറുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കർത്താവിൻ്റെ പ്രസംഗങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് തൻ്റെ ഗിരിപ്രഭാഷണമാണ്. ആ ഗിരിപ്രഭാഷണം നമ്മളൊന്ന് പഠിച്ചാലേ എത്ര മനോഹരമായിരിക്കുന്നു. ലോകത്തിൽ ആർക്കും അങ്ങനെ പ്രസംഗം ചെയ്യാൻ പറ്റുകയില്ല. കാരണം ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഏകദേശം 42ഓളം കൊച്ചു കൊച്ചു പ്രസംഗങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഗിരിപ്രഭാഷണം എന്ന് പറയും. അത് നമ്മൾ ഒന്ന് നോക്കിയാൽ യേശു ക്രിസ്തുവിനല്ലാതെ
വേറെ ആർക്കും പറയാൻ സാധ്യമല്ല. കാരണം തൻ്റെ ജീവിതം അവിടെ വെളിപ്പെടുത്തുകയാണ്, തൻ്റെ വ്യക്തിത്വം വെളിപ്പെടുത്തുകയാണ്. ഇതിന് നാം ചെയ്യേണ്ടത് ക്രിസ്തുവിനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ച് അറിയണം. ക്രിസ്തു പോയ ആ പാതകളൊക്കെ നോക്കുക. തന്നെ വിസ്തരിച്ച കോടതികളിലൊന്നും ഒരു മറു ഉത്തരം പറയാതെ ഒരു ചോദ്യത്തിന് മാത്രം ഉത്തരം പറഞ്ഞുള്ളൂ. നീ ദൈവത്തിന് പുത്രനാന്ന് ചോദിച്ചപ്പോ അതെ എന്ന് പറഞ്ഞു. അത് ക്രിസ്തുവിന്റെ ആ കഷ്ടാനുഭവത്തിന്റെ തീച്ചൂളെ കൂടെ കടന്നുപോയപ്പോഴും തൻ്റെ ജീവിതത്തിൽ ഒരു മനുഷ്യനായിട്ടാ ലോകത്തിൽ വന്നിരിക്കുന്നത്. മനുഷ്യന്റെ വേദനകളൊക്കെ ഉണ്ട്, ആ അപമാനങ്ങളൊക്കെ സഹിച്ചെങ്കിലും ക്രിസ്തുവിനറിയാം താൻ ആരാണെന്ന്. എന്നതുപോലെ നമ്മുടെ ജീവിതയാത്രയിലൊക്കെ ഓരോരോ പ്രതികൂലങ്ങളോ പ്രശ്നങ്ങളോ വരുമ്പോൾ ഉടനെ നമ്മുടെ ജഡം പൊങ്ങാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മുടെ വൈരാഗ്യമൊന്നും അവിടെ കാണിക്കാൻ സാധ്യമല്ല. നമുക്ക് യേശു ക്രിസ്തുവിന്റെ ആ കഷ്ടാനുഭവത്തിലൂടെ താൻ ആരായിരുന്നു വിവരിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞാൽ സമയത്തിന്റെ ഒരു പരിധി എനിക്കുണ്ട്. അവിടെ ഒന്നും പറഞ്ഞില്ല. യേശുവിനെ ക്രൂശിച്ചപ്പോൾ ഇടത്തും വലത്തും രണ്ട് കള്ളന്മാരെ ആവശ്യം പോലെ പരിഹസിച്ചു. ഒരുവൻ പെട്ടെന്ന് പറഞ്ഞു, നാമോ ന്യായമായ ശിക്ഷ അനുഭവിക്കുന്നു, ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. ആ കള്ളൻ പറയുന്ന കാര്യം, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് താൻ പറഞ്ഞപ്പോഴേ യേശു അവനോട് പറഞ്ഞ വാക്ക് ഏറ്റവും നമുക്ക് പരിജ്ഞാനത്തിന്റെ ഏറ്റവും ഉന്നതമായ വാക്കാണ് പറഞ്ഞത്. ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും. ഓ, ആ ദൈവത്തിന്റെ വാക്കുകൾ നോക്കിക്കോ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ പരിജ്ഞാനത്തിന്റെ ആ വരം അത് ശ്രേഷ്ഠതയാണെന്ന് മനസ്സിലാക്കണം. പരിജ്ഞാന വരത്താൽ അനവധി ആളുകളെ രക്ഷാ പരിജ്ഞാനത്തിലേക്ക് കൊണ്ടുവരുവാൻ, മാറ്റം വരുത്തുവാൻ നമ്മുടെ പരിജ്ഞാനത്തിന്റെ വാക്കുകൾ ഏറ്റവും വരെ പിടിപ്പുള്ളതാണ്. നമ്മുടെ സഭയുടെ പ്രവർത്തനത്തില് പരിജ്ഞാനം എന്ന് പറയുന്നത് ഏറ്റവും അത്യാവശ്യമാണ്. പലപ്പോഴും ഇതിന്റെ കുറവ് കൊണ്ട് പല പ്രയാസങ്ങൾ സഭാ മണ്ഡലങ്ങളിൽ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ പരിജ്ഞാനത്തിന്റെ വരം പ്രാപിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. നമ്മുടെ കർത്താവ് വരാറായി. ഭാരതം ഒരു ഉണർവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആയിരങ്ങൾ പ്രാർത്ഥിക്കുക. ഭാരതത്തിൽ വലിയൊരു ഉണർവുണ്ടാകാൻ പോകുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.